തൂഷനിലയിൽ വിളമ്പിയ സദ്യ ഉണ്ടാലേ മലയാളിക്ക് ഓണം പൂർത്തിയാകും. എന്നാൽ നാട്ടിൻപുറങ്ങളിലൊന്നും ഈ തൂഷനിലകൾ ഇപ്പോൾ കിട്ടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഓണക്കാലത്തും തൂഷനില അങ്ങ് തമിഴ്നാട്ടിൽ നിന്നെത്തണം. ഓണത്തിനായി മലയാളികൾക്ക് തൂഷനില ഒരുക്കുന്ന തിരക്കിലാണ് തമിഴ്നാട്ടിലെ കർഷകരും കച്ചവടക്കാരും. തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച വിഭവങ്ങളൊക്കെ ചേർത്ത് ഓണമുണ്ണാൻ മലയാളിക്ക് തൂശനില നിർബന്ധമാണ്. എന്നാൽ കേരളത്തിൽ ഈ തൂശനിലകൾ കിട്ടാക്കനിയായതോടെ ഇതിന്റെ വിപണി മനസ്സിലാക്കിയവരാണ് തമിഴ്നാട്ടിലുള്ളത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ ഇലവിൽപ്പനയ്ക്കായി മാത്രം വാഴകൃഷി ചെയ്യുന്നവരാണിവർ. നൂറുകണക്കിന് ഏക്കർ സ്ഥലത്താണ് ഇലയ്ക്കായുള്ള വാഴകൃഷി നടത്തുന്നത്. കദളി, പൂവൻ, കർപ്പൂരവല്ലി തുടങ്ങിയ 4 ഇനങ്ങളിൽപ്പെട്ട വാഴകളാണ് ഇതിനായി നട്ടുപരിപാലിക്കുന്നത്. നട്ട് 3-ാം മാസമാകുമ്പോൾ ഇല മുറിച്ചു തുടങ്ങും. വിരിഞ്ഞ് 5 ദിവസം എത്തുമ്പോൾ തന്നെ ഇല വെട്ടിയെടുക്കും. நிறைய இடங்கள்ல இருக்கு. தமிழ்நாட்டில் ஓரளவுக்கு நிறைய தண்ணி வசதி உள்ள இடத்துல நிறைய இருக்கு. எங்கள் விவசாயம் நல்லா போய்கிட்டு இருக்கு. இப்போ அது 10-11 மாசம் ஆச்சு. நடவு பண்ணி 11 மாசம் ஆச்சு. 4000-லிருந்து 6000, 7000 വரைക്കും പോയിട്ടുണ്ട്. തോട്ടത്തിൽ നിന്നും വെട്ടിയെടുക്കുന്ന വാഴയിലകൾ എത്തിക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലാണ്. കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് പ്രത്യേക പാക്കറ്റുകളിലാക്കി കേരളത്തിലേക്ക് എത്തിക്കും. തൂശനിലകൾ വെട്ടിയൊരുക്കി 100 എണ്ണം വീതമാണ് ഒരു പാക്കറ്റിലാക്കുന്നത്. മധ്യ കേരളത്തിലേക്ക് കൂടുതലായും തൂശനിലകൾ എത്തുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ നിന്നാണ്. ഒരിലയ്ക്ക് നിലവിൽ 12 രൂപയാണ് വില. ഓണക്കാലം അടുത്തെത്തിയതോടെയാണ് വില ഇത്രയും ഉയർന്നത്. ഇലയുടെ ഉൽപാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണമെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. இப்போ நார்மல் சீசன் இல்லாம முகூர்த்த சீசன்றனால வியாபாரம் ரொம்ப அதிகமா ஸ்வீட்டான விலையில போயிட்டு இருக்கு. விலைகள் ரொம்ப ஜாஸ்தியா தான் இருக்கு. கஸ்டமருக்கு நீடு அதிகமாக இருக்கிறதுனால ப்ரொடக்ஷன் ரொம்ப கம்மியாக இருக்குது. அதனால தேவைகள் ரொம்ப அதிகமாக போயிட்டு இருக்கு. இன்னைக்கு தலைவாழை ஒரு இலை 12 ரூபாயிலிருந்து 15 രൂപ വரைക്കും പോകുന്നത്. വില ഇനിയും വർദ്ധിച്ചേക്കാനും സാധ്യതയുണ്ട്. 24 ഇഞ്ച് നീളവും 9 ഇഞ്ച് നീളവുമുള്ള ഇലകളാണ് ഓണസദ്യക്കായി തയ്യാറാക്കുന്നത്. മുറിച്ചെടുത്ത ഇലകളുടെ ബാക്കി ഭാഗം ഹോട്ടലുകളിലാണ് ഉപയോഗിക്കുക. ഹോട്ടലുകളും കേറ്ററിംഗ് യൂണിറ്റുകളും ഓണസദ്യ ഏറ്റെടുത്തതോടെ ഇലയുടെ ഡിമാൻഡും വർദ്ധിച്ചിട്ടുണ്ട്. മലയാളി ഓണം ഉണ്ണിക്കാൻ ഇത്തവണയും തമിഴ്നാട്ടിൽ വാഴകൃഷി വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഈ സീസണിലും മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ വാഴ കർഷകരുള്ളത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.